ഹലോ എവരിവൺ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പൈപ്പിംഗ് ആണ്. അപ്പോൾ ലാസ്റ്റ് സെക്ഷൻ, അതായത് നമ്മുടെ റീഡയറക്ഷൻ ചെയ്ത വീഡിയോയിൽ നമ്മൾ പൈപ്പിംഗ് ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതായത് ഒരു കമാൻഡിൻ്റെ ഔട്ട്പുട്ട് വേറൊരു കമാൻഡിൻ്റെ ഇൻപുട്ടിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യിപ്പിക്കാം, അതാണ് ഈ ബേസിക്കലി പൈപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ബേസിക്കലി ഞാൻ IO സ്ട്രീം എന്ന് പറയുന്ന സെക്ഷൻ, നിങ്ങൾ കണ്ടൻസ് ആൻഡ് ബേസിക് കമാൻഡ്സ് എന്ന് പറയുന്ന വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പിംഗ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു വേർഡ് നിങ്ങൾക്ക് കണ്ടൻസിൻ്റെ ലിസ്റ്റിൽ കാണാൻ കഴിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പൈപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ IO സ്ട്രീംസ് എന്ന് പറയുന്ന സെക്ഷനകത്താണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ പൈപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ മൾട്ടിപ്പിൾ വീഡിയോസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെന്ത് ഒരുപാട് കൂടിപ്പോകും. സോ അതുകൊണ്ടാണ് ഞാൻ മൾട്ടിപ്പിൾ വീഡിയോസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ പൈപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് തന്നെ മനസ്സിലായി കാണും. അതായത് ഇൻപുട്ട് ഒരു കമാൻഡിലേക്ക് വരുന്നു, അതിൻ്റെ ഔട്ട്പുട്ട് കമാൻഡ് 2 എന്ന് പറയുന്ന കമാൻഡിലേക്ക് പോകുന്നു, കമാൻഡ് 2ൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി കമാൻഡ് 3ലേക്ക് ഈ ഔട്ട്പുട്ട് എടുത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു കൺസെപ്റ്റാണ് ബേസിക്കലി പൈപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് ലിനക്സ് ടെർമിനലിൻ്റെ സ്കില്ല് നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ബേസിക്കലി നമ്മൾ ടെർമിനൽ സ്കില്ല് ഒരു ന്യൂ ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഈ പൈപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൈപ്പിംഗ് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ റീഡയറക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ ഇൻപുട്ട് കൊടുക്കാമെന്ന് കണ്ടു. നമ്മൾ സ്റ്റാൻഡേർഡ് ഇൻപുട്ട്, അതായത് നമ്മൾ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് കൊടുക്കുന്നത് കണ്ടു. അതേപോലെ നമ്മൾ ഫയലിൽ നിന്ന് ഇൻപുട്ട് കൊടുക്കുന്നത് കണ്ടു. ബേസിക്കലി നമ്മൾ സ്ട്രീമുകൾ ചേഞ്ച് ചെയ്യുന്നു, അതായത് നമ്മൾ ഇൻപുട്ട് സ്ട്രീം കസ്റ്റമൈസ് ചെയ്യുന്നു, ഔട്ട്പുട്ട് സ്ട്രീം കസ്റ്റമൈസ് ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി അത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ ടെർമിനൽ സെഷനിലേക്ക് തന്നെ പോകാം. സോ നമ്മൾ കാൽ എന്ന് പറയുന്ന കമാൻഡ് കണ്ടു. അതിൽ നമ്മൾ 1/2025 ഇവിടെ നമ്മൾ ഇൻപുട്ട് കമാൻഡിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആയിട്ടാണ് കൊടുത്തത് അല്ലേ. അതായത് കമാൻഡ് ലൈനിൽ തന്നെ നമ്മൾ ഇൻപുട്ടായിട്ട് തന്നെ കൊടുത്ത ഒരു വാല്യൂ ആണ്. ഇവിടെ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. അതായത് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് ആണ്, അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇവിടെ കൊടുക്കുന്ന ഓപ്ഷൻസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് കമാൻഡുമായിട്ട് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന വാല്യൂസാണ്. ഇത് കമാൻഡിൻ നമ്മുടെ ടെർമിനലിൻ്റെ ഇൻ്റർപ്രിറ്റർ ഇവിടെ ഡാഷ് എന്ന് പറയുന്ന വാല്യൂസ്, ഡാഷ് എന്ന് പറയുന്ന സിമ്പിളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഡയറക്റ്റ്ലി ഇൻപുട്ടായിട്ട് ഇൻ്റർപ്രിറ്റർ മനസ്സിലായിക്കോളും. ഓക്കെ, നമ്മൾ പൈപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങൾക്കൊരു കമാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട്. ആ കമാൻഡിൻ്റെ പേരാണ് കട്ട്. ഓക്കെ, ഈ കട്ട് എന്ന് പറയുന്ന കമാൻഡ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒബ്വിയസ്ലി മാൻ പേജസ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ കട്ട് എന്ന് പറയുന്ന കമാൻഡ് ഒരു യൂസർ കമാൻഡാണെന്ന് എനിക്കറിയാം, അതിനൊരു മാനുവൽ എൻട്രി ഉണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി മാൻ പേജ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ -K എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് ഒരു സെർച്ച് ടേം കൊടുത്ത് സെർച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, മാൻ സ്പേസ് 1 സ്പേസ് കട്ട്. ഓക്കെ, അപ്പോൾ കട്ടിൻ്റെ മാൻ പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഡിസ്ക്രിപ്ഷൻ ഒന്ന് റീഡ് ചെയ്യാം. പ്രിൻറ്റ് സെലക്റ്റഡ് പാർട്സ് ഓഫ് ലൈൻസ് ഫ്രം ഈച്ച് ഫയൽ ടു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. ഓക്കെ, അതായത് ഒരു ഫയലിൽ നിന്ന് ഇത് റീഡ് ചെയ്യാം. ഡെഫിനറ്റ്ലി ഒരു ഫയലിൽ നിന്ന് റീഡ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന പാർട്സ് മാത്രം സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിലേക്ക് എടുത്തു വയ്ക്കും. ഓക്കെ, നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മുടെ ടെർമിനൽ സെഷൻ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റീഡയറക്റ്റ് ചെയ്ത് ഫയലിലേക്കൊക്കെ റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു കമാൻഡിൻ്റെ ഇൻപുട്ടായിട്ടും കൊടുക്കാം. ഓക്കെ, അത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് നിങ്ങൾക്ക് റീഡയറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ടേം കണ്ടോ, വിത്ത് നോ ഫയൽ ഓർ വെൻ ഫയൽ ഈസ് എംപ്റ്റി റീഡ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട്. ഇത് നമ്മൾ കാറ്റ് കമാൻഡിലും കണ്ടതാണ്. അതായത് ഇൻപുട്ടൊന്നും കൊടുത്തില്ലെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ഇൻപുട്ടിൽ നിന്ന് ഫയൽ റീഡ് ചെയ്യും. ഇതിൽ എനിക്ക് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കൂടെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയണമെന്നുണ്ട്. അതായത് -Dയും -Fഉം. അതിൻ്റെ ലോങ് ഫോമാണ് ഡെലിമിറ്റർ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഡെലിമിറ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ഫയലിൽ നിന്ന് നിങ്ങൾ ടെക്സ്റ്റ് റീഡ് ചെയ്യുമല്ലോ. അതായത് കട്ട് എന്ന് പറയുന്ന കമാൻഡ് ബേസിക്കലി ഫയലിൽ നിന്ന് റീഡ് ചെയ്തിട്ട് അതിൽ സെലക്റ്റഡ് പാർട്സ് മാത്രമാണ് എടുത്ത് കാണിക്കുന്നതെന്ന് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സെലക്റ്റഡ് പാർട്സ് ഇത് എങ്ങനെയാണ്, ഈ കട്ട് എന്ന് പറയുന്ന കമാൻഡ് ഈ സെലക്റ്റഡ് പാർട്സ് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? ഓക്കെ, ആ ഒരു പാരാമീറ്ററാണ് ഈ -D എന്ന് പറയുന്നത്. സപ്പോസ് നമ്മൾ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ഹലോ സ്പേസ് വേൾഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് നമ്മളൊരു ഫയലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ള പാരാമീറ്ററാണ് ഈ ഡെലിമിറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ ഏത് ഫീൽഡ് ഏത് സെക്ഷൻ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഫീൽഡ് എന്ന് പറയുന്ന സെക്ഷൻ. അതായത് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തത് ഹലോയും വേൾഡിനെയും ഹലോ എന്നും വേൾഡ് എന്നും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇതിൽ ഹലോ നിങ്ങൾ സെലക്ട് ചെയ്യണോ അതോ വേൾഡ് നിങ്ങൾ സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൽ വയ്ക്കണോ എന്ന് ചൂസ് ചെയ്യുന്ന ഫീൽഡാണ് -F എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിതൊന്ന് ടെർമിനലിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം, അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഞാൻ കട്ട് എന്ന് പറയുന്നത് കൊടുത്തു.
കട്ട് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡെലിമിറ്റർ എന്ന് പറഞ്ഞ് ലോങ് ഫോം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈക്വൽ ടു കൂടെ കൊടുക്കേണ്ടി വരും കേട്ടോ. അതേപോലെ തന്നെ ലോങ് ഫോമിന് നിങ്ങൾക്ക് ഓട്ടോ കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾ ടാബ് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോ കംപ്ലീറ്റ് വർക്ക് ചെയ്യും. ഓക്കെ, നിങ്ങൾ ലോങ് ഫോമാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഈക്വൽ ടു കൊടുക്കേണ്ടി വരും. ഷോർട്ട് ഫോമാണ് കൊടുക്കുന്നതെങ്കിൽ സിംഗിൾ ഡാഷ് കൊടുക്കുക, ഡി കൊടുക്കുക, സ്പേസ് കൊടുക്കുക. ഞാൻ സ്പേസിനനുസരിച്ചാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡാഷ് ഡി സ്പേസ് ഡബിൾ കോട്ട്സിനകത്ത് ഒരു സ്പേസ് കൊടുക്കുക. അതേപോലെ ഡാഷ് എഫ് ഏത് ഫീൽഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി ഫസ്റ്റ് ഫീൽഡാണ് വേണ്ടത്. ബേസിക്കലി ഇത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഹലോ വേൾഡ് എന്ന് പറയുന്ന വാക്കിനെ ഒരു ടേബിളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഹലോയും വേൾഡിനെയും ഒരു ടേബിളിൻ്റെ 2 കോളമായിട്ടാണ് ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോളത്തിലെ വാക്ക് ഏതാണ്? ഹലോ. സെക്കൻഡ് കോളത്തിലെ വാക്ക് ഏതാണ്? വേൾഡ്. ഓക്കെ, അതാണ് ഈ കട്ട് കമാൻഡ് ബേസിക്കലി ചെയ്യുന്നത്. ആ ഡാഷ് എഫ് എന്ന് പറയുന്ന ഫീൽഡ് ബേസിക്കലി ഇതിൽ ഏത് കോളം നിങ്ങൾക്ക് വേണം എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇത് സ്റ്റാൻഡേർഡ് ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഫയൽ നെയിം പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ മാനുവൽ പേജിൽ കണ്ടതുപോലെ സ്റ്റാൻഡേർഡ് ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ ഹലോ വേൾഡ് എന്ന് പറയുന്ന സ്ട്രിങ് കൊടുത്ത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഹലോ എന്ന് മാത്രമേ പ്രിൻറ്റ് ചെയ്ത് വന്നോളൂ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഡാഷ് എഫിൽ കൊടുത്തത് എന്താണ്? 1 ആണ്. അതായത് ഫസ്റ്റ് കോളം മാത്രം എനിക്ക് പ്രിൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതായത് കട്ട് എന്ന് പറയുന്ന കമാൻഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പൈപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതുവരെ കണ്ട കമാൻഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ക്യാറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. അപ്പോൾ ക്യാറ്റ് എന്ന് പറയുന്ന കമാൻഡ് ഞാൻ യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ കമാൻഡിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് മറ്റൊരു കമാൻഡിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് പൈപ്പ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഇത് നിങ്ങൾ കീബോർഡിൻ്റെ ബാക്ക് സ്ലാഷിൻ്റെ കീഴ് കൂടെ ഉള്ള ഒരു സിമ്പലാണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ കീബോർഡിൽ ചെക്ക് ചെയ്താൽ മതി. ബാക്ക് സ്ലാഷിൻ്റെ അടുത്ത് തന്നെ കാണും. ഓക്കെ, ഷിഫ്റ്റ് അടിച്ച് ബാക്ക് സ്ലാഷ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പൈപ്പ് ഓപ്പറേറ്റർ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്യാറ്റ് സ്പേസ് നിങ്ങൾ പൈപ്പ് ഓപ്പറേറ്റർ കണക്ട് ചെയ്യുക. അത് ബേസിക്കലി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പൈപ്പ് ഓപ്പറേറ്ററിന് ലെഫ്റ്റായിട്ട് കിടക്കുന്ന കമാൻഡിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് പൈപ്പ് ഓപ്പറേറ്റർ റൈറ്റ് കിടക്കുന്ന കമാൻഡിൻ്റെ ഇൻപുട്ട് സ്ട്രീമിലേക്ക് എടുത്ത് വയ്ക്കും. അതാണ് ബേസിക്കലി പൈപ്പ് ഓപ്പറേറ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്യാറ്റ് കമാൻഡിന് ഞാൻ ഇവിടെ ഇൻപുട്ടൊന്നും കൊടുത്തിട്ടില്ല അല്ലേ. ഡയറക്റ്റ്ലി ആ കമാൻഡ് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് ഞാൻ ഇൻപുട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഒബ്വിയസ്ലി അതെന്ത് ചെയ്യും? നമ്മുടെ ഇൻപുട്ട് സ്ട്രീമിൽ നിന്ന് ഇൻപുട്ട് പ്രതീക്ഷിച്ചിരിക്കും. അതായത് നമ്മുടെ ഡീഫോൾട്ട് ഇൻപുട്ട് സ്ട്രീം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കീബോർഡാണ്. അപ്പോൾ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് പ്രതീക്ഷിക്കും. വൺസ് നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാറ്റ് കമാൻഡ് ആ ഇൻപുട്ട് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എങ്ങോട്ട് പോകും? നെക്സ്റ്റ് കമാൻഡിലേക്ക് പോകും. അപ്പോൾ നെക്സ്റ്റ് കമാൻഡ് നമുക്ക് ഇവിടെ കട്ട് എന്ന് പറയുന്ന കമാൻഡ് തന്നെ യൂസ് ചെയ്യാം. അപ്പം കട്ട് ഡാഷ് ഡി സ്പേസ് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഡെലിമിറ്റർ വീണ്ടും സ്പേസ് തന്നെ ഞാൻ കൊടുക്കുന്നു. ഡാഷ് എഫ് സ്പേസ് 1. ഓക്കെ, ഞാനിത് എൻ്റർ അടിക്കുമ്പോൾ ഓക്കെ എനിക്ക് കീബോർഡിൽ നിന്ന് ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഹലോ വേൾഡ് എന്ന് തന്നെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കാം. ഓക്കെ, ഞാൻ എൻ്റർ അടിച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ടോ എനിക്ക് ഇവിടെയും ഹലോ എന്നാണ് വന്നത്. കാരണം എന്ന് വെച്ചാൽ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഇൻപുട്ട് ആരാണ് പ്രതീക്ഷിച്ചിരുന്നത്? ക്യാറ്റാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ കട്ടല്ല. കട്ടെന്ന് പറയുന്ന കമാൻഡല്ല ഇൻപുട്ട് പ്രതീക്ഷിക്കുന്നത്. ക്യാറ്റ് എന്ന് പറയുന്ന കമാൻഡിൽ നമ്മൾ ഇൻപുട്ടൊന്നും കൊടുക്കാത്തതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഇൻപുട്ടിൽ നിന്ന് അത് ഇൻപുട്ട് റിസീവ് ചെയ്യുന്നു. ആ റിസീവ് ചെയ്യുന്ന ഇൻപുട്ട് എടുത്ത് കട്ടെന്ന് പറയുന്ന കമാൻഡിലേക്ക് പൈപ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊന്നുകൂടെ വേറൊരു കമാൻഡ് അല്ലെങ്കിൽ നമ്മൾ ബേസിക് കമാൻഡ്സിൽ പഠിച്ച ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് വെച്ച് നമുക്ക് പൈപ്പ് ഒന്നുകൂടെ മനസ്സിലാക്കി നോക്കാം. അപ്പോൾ ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ കറണ്ട് ഡേറ്റ് നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടും അല്ലേ. നിങ്ങൾ ബേസിക് കമാൻഡ്സിൽ കണ്ടു. ഈ ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് ഞാനിപ്പോൾ റീഡയറക്റ്റ് ചെയ്ത് ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നു. അത് date.txt എന്ന് പറഞ്ഞ ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എല്ലാം അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഫയൽ കാണാൻ പറ്റും. അപ്പോൾ ഞാനത് ഔട്ട്പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ date.txt ഓക്കെ ആ ഫയലിലേക്ക് ഡേറ്റ് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് ഈ 14 എന്ന് പറയുന്ന നമ്പർ മാത്രം എനിക്ക് വേണം. ഓക്കെ, അതെനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും? അപ്പോൾ ഒന്നല്ലെങ്കിൽ എനിക്ക് ഈ ഫയൽ കട്ടെന്ന് പറയുന്ന കമാൻഡ് ഈ ഒരു date.txt കട്ടെന്ന് പറയുന്ന കമാൻഡിൽ പറഞ്ഞു കൊടുക്കുക. എങ്ങനെ പറഞ്ഞു കൊടുക്കുക? കട്ട് ഡാഷ് ഡി സ്പേസിനനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യുക. ഡാഷ് എഫ് ഏത് ഫീൽഡാണ്? ഇത് സെക്കൻഡ് ഫീൽഡാണല്ലേ. അപ്പോൾ F2 എന്ന് പറഞ്ഞു കൊടുക്കുക. F2 date.txt. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ 14 എന്ന് പറഞ്ഞ് കിട്ടാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരു ഒറ്റ ലൈനിൽ എങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും? നിങ്ങൾക്ക് സാധാരണ ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കിയ രീതി വെച്ചാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ആദ്യം ഈ ഒരു കമാൻഡ് റൺ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഈ ഒരു കമാൻഡ് നിങ്ങൾ റൺ ചെയ്യും അല്ലേ.
അപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ ലൈനിൽ ഇത് റൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡേറ്റ് കമാൻഡ് അടിക്കുക, പൈപ്പ് ഓപ്പറേറ്റർ ഇടുക. അത് ഡേറ്റിൻ്റെ ഔട്ട്പുട്ട് എങ്ങോട്ട് പോകണം? കട്ട് എന്ന് പറയുന്ന കമാൻഡിലേക്ക് പോകണം അല്ലേ. അപ്പോൾ കട്ട് -d. നിങ്ങൾക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ലോങ് ഫോം ഉപയോഗിക്കാം. ഓക്കെ, ഡെലിമിറ്റർ ഈക്വൽ ടു സ്പേസ് കൊടുക്കുക, -- ഫീൽഡ്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിലേക്ക് വരും, അതായത് നിങ്ങളുടെ ടെർമിനലിലേക്ക് വരും. ഓക്കെ, കണ്ടോ 14 എന്ന്. അത് ഒറ്റ ലൈനിൽ നിങ്ങളൊരു ഫയലിൽ പോലും ഇത് റൈറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. കണ്ടോ? അപ്പോൾ നേരത്തെ ഫയലിലേക്ക് റൈറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റി? നിങ്ങൾ മെമ്മറിയും കൂടെ എടുക്കുകയാണല്ലേ. അപ്പോൾ ഇവിടെ മെമ്മറിയുടെ ആവശ്യമൊന്നുമില്ല, അതായത് ഒരു പെർമനൻറ്റ് മെമ്മറി സ്പേസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് നിങ്ങൾ ഡേറ്റിൽ നിന്ന് ഒരു ഫയലിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് date2.txt എന്ന് പറയുന്ന ഒരു ഫയലിലേക്ക് നിങ്ങൾക്ക് റൈറ്റ് ചെയ്ത് വയ്ക്കാനും പറ്റും. ഓക്കെ, ഞാൻ ഇനി cat date.txt എന്ന് പറയുന്ന കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അത് ഫയലിലേക്ക് റൈറ്റ് ചെയ്ത് വെച്ചു. കാരണം നിങ്ങൾക്ക് day2 എന്ന് പറഞ്ഞൊരു ഫയലാണ് നിങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്തത്, ഔട്ട്പുട്ട് സ്ട്രീമിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. ഓക്കെ, പക്ഷേ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ വൺസ് നിങ്ങൾ ഔട്ട്പുട്ട് സ്ട്രീം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈപ്പിൻ്റെ റിസൾട്ട് എടുത്തു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ പൈപ്പ് റീഡയറക്റ്റ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി വൺസ് നിങ്ങൾ ഔട്ട്പുട്ട് സ്ട്രീം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഇനി പൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ മാറ്റിയിട്ട് ഈ കമാൻഡ് ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്യണം. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് date2.txt എന്ന് പറഞ്ഞ ഫയലിൽ നമുക്ക് ആൾറെഡി date2.txt എന്ന് പറഞ്ഞ ഫയലുണ്ട്. ഇപ്പോൾ അത് ഓവർ റൈറ്റ് ചെയ്യും, കാരണം ഇവിടെ സിംഗിൾ ആരോല്ലേ ഉള്ളൂ, സിംഗിൾ ഗ്രേറ്റർ ദാൻ സിമ്പിളേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഞാനിവിടെ ഔട്ട്പുട്ട് സ്ട്രീം ഈ ഒരു കമാൻഡിൽ തന്നെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഔട്ട്പുട്ട് സ്ട്രീം ഞാൻ ആൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് പൈപ്പിന് ശേഷമുള്ള ഒരു കമാൻഡും അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, കാരണം നിങ്ങൾ ഔട്ട്പുട്ട് സ്ട്രീം ആൾറെഡി പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞു. ഓക്കെ, ഈ കമാൻഡ് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡേറ്റും കിട്ടും. കണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് 14 അല്ല കിട്ടിയത്, ഫുൾ ഡേറ്റ് കമാൻഡിൻ്റെ ഡീഫോൾട്ട് ഔട്ട്പുട്ട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കിട്ടി. കണ്ടോ? നിങ്ങൾക്ക് ഷുവർ ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് സ്ട്രീം നിങ്ങളുടെ പൈപ്പ് ലൈനിൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഈ ഔട്ട്പുട്ട് സ്ട്രീം എടുത്ത് മാറ്റിയിട്ട് വീണ്ടും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു പൈപ്പ് സിമ്പിൾ കൊടുത്തിട്ട് അടുത്ത പൈപ്പ് കമാൻഡ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പൈപ്പ് അടുത്തൊരു കമാൻഡ് കൊടുക്കുക, അത് കഴിഞ്ഞ് അതിൻ്റെ ഓപ്ഷൻസ് കൊടുക്കുക, അങ്ങനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. സോ ഇനി എനിക്കൊരു കാര്യം ചെയ്യണം, അതായത് ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് എനിക്കൊരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. അതേസമയം ഈ കട്ട് എന്ന് പറയുന്ന കമാൻഡിലേക്കും പോകണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യും? അപ്പോൾ അത് നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഈ ഒരു രീതിയായിരിക്കും, അതായത് ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഈ കട്ട് എന്ന് പറയുന്ന കമാൻഡിലേക്ക് പോകുന്നു. ഓക്കെ, പക്ഷേ ഈ ഒരു ഫ്ലോ ഒരിക്കലും വർക്ക് ചെയ്യത്തില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ഔട്ട്പുട്ട് സ്ട്രീം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പ് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചത് കമാൻഡിൻ്റെ ഫ്ലോ, അതായത് കമാൻഡിൻ്റെ ഡേറ്റ ഫ്ലോ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, മൾട്ടിപ്പിൾ ഡയറക്ഷനിൽ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഡേറ്റ ഫ്ലോ അല്ലെങ്കിൽ റീഡയറക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കമാൻഡ് ഉണ്ട്, അതാണ് T. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ, ബൈ.